ഒരു ഗ്ലാസ് വെള്ളം നമ്മളിൽ ഭൂരിഭാഗം ആളുകൾക്കും അതൊരു സാധാരണ കാര്യമാണ്. പക്ഷെ നിങ്ങൾ ഭൂമിയിൽ നിന്ന് 2700-ലധികം അടി ഉയരത്തിൽ നിൽക്കുകയാണെങ്കിൽ ആ ഒരു ഗ്ലാസ് വെള്ളം നിങ്ങളുടെ കയ്യിലെത്താൻ പിന്നിൽ പ്രവർത്തിക്കുന്നത് ലോകത്തിലെ ഏറ്റവും സങ്കീർണമായ എഞ്ചിനീയറിംഗ് സംവിധാനങ്ങളിലൊന്നാണ്. അതാണ് ബുർജ് ഖലീഫ. ഇന്ന് ലോകം വിസ്മയത്തോടെ നോക്കുന്ന ഈ അമ്പരചുംബി വെറും ഉയരത്തിന്റെ റെക്കോർഡ് മാത്രമല്ല. ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതം സാധ്യമാക്കാൻ നൂറുകണക്കിന് സാങ്കേതിക സംവിധാനങ്ങൾ ഒരേ സമയം കൃത്യമായി പ്രവർത്തിക്കേണ്ട ഒരു ലംബ നഗരമാണ് ഇത്. പക്ഷെ ഒരു ചോദ്യം ചിന്തിച്ചിട്ടുണ്ടോ? ഇത്രയും ഉയരത്തിലുള്ള ഒരു കെട്ടിടത്തിന്റെ മുകളിലേക്ക് വെള്ളം എങ്ങനെ എത്തുന്നു? സാധാരണ ഒരു പമ്പ് ഉപയോഗിച്ചാൽ പോരെ? ഉത്തരമില്ല. കാരണം ഭൗതികശാസ്ത്രത്തിന്റെ നിയമങ്ങൾ അതിന് സമ്മതിക്കില്ല. ഒരു പമ്പ് ഉപയോഗിച്ച് ഇത്രയും ഉയരത്തിലേക്ക് വെള്ളം തള്ളാൻ ശ്രമിച്ചാൽ താഴെയുള്ള പൈപ്പുകളിലുണ്ടാകുന്ന മർദ്ദം സാധാരണ സ്റ്റീൽ പൈപ്പുകൾ പോലും താങ്ങില്ല. അവ പൊട്ടിത്തെറിക്കും. ഒരു ചെറിയ ചോർച്ചയല്ല, ഒരു മതിൽ തകർത്ത് പുറത്തേക്ക് പാഞ്ഞുവരുന്ന ജലപ്രവാഹം. അതിനാൽ എഞ്ചിനീയർമാർ മറ്റൊരു വഴിയാണ് കണ്ടെത്തിയത്. ഒരു ഭീമൻ പമ്പിന് പകരം മുഴുവൻ കെട്ടിടത്തെയും പല സ്വതന്ത്ര മേഖലകളായി വിഭജിച്ചു. ഓരോ മേഖലയ്ക്കും സ്വന്തം ജലസംഭരണ ടാങ്കുകൾ, സ്വന്തം പമ്പുകൾ, സ്വന്തം നിയന്ത്രണ സംവിധാനം. വെള്ളം ആദ്യം താഴത്തെ നിലയിൽ നിന്ന് ഒരു ടാങ്കിലേക്ക് ഉയർത്തും. അവിടെ നിന്ന് അടുത്ത പമ്പ് അത് അതിരും മുകളിലേക്ക് അയക്കും. പിന്നെ മറ്റൊരു ടാങ്ക്, വീണ്ടും മറ്റൊരു പമ്പ്. ഇങ്ങനെ ഓരോ ഘട്ടമായാണ് വെള്ളം ഒടുവിൽ ഏറ്റവും മുകളിലെ നിലകളിൽ എത്തുന്നത്. അതിനാൽ ഒരിടത്തും അപകടകരമായ മർദ്ദം രൂപപ്പെടില്ല. ഒരു ഭാഗത്ത് പ്രശ്നമുണ്ടായാലും മുഴുവൻ കെട്ടിടത്തിന്റെ ജലവിതരണം നിലയ്ക്കുകയുമില്ല. പക്ഷേ വെള്ളത്തെ മുകളിലേക്കെത്തിക്കുക മാത്രമായിരുന്നില്ല യഥാർത്ഥ വെല്ലുവിളി. അതുപയോഗിച്ചതിന് ശേഷം വീണ്ടും സുരക്ഷിതമായി താഴേക്കെത്തിക്കുക എന്നതായിരുന്നു അതിലും വലിയ പരീക്ഷണം. അവിടെയാണ് ബുർജ് ഖലീഫയുടെ എഞ്ചിനീയറിംഗ് മറ്റൊരു തലത്തിലേക്ക് കടക്കുന്നത്. വെള്ളം മുകളിലേക്കെത്തിക്കുക എന്നത് ഒരു വലിയ വെല്ലുവിളിയായിരുന്നു. പക്ഷേ യഥാർത്ഥ പരീക്ഷണം അതിനുശേഷമാണ് തുടങ്ങുന്നത്. കാരണം മുകളിലെ നിലകളിൽ ഉപയോഗിച്ച വെള്ളം വീണ്ടും ഭൂമിയിലേക്ക് മടങ്ങണം. ഒരു സാധാരണ കെട്ടിടത്തിൽ ഇത് വലിയ പ്രശ്നമല്ല. എന്നാൽ നൂറുകണക്കിന് മീറ്റർ ഉയരമുള്ള ഒരു ടവറിൽ മലിനജലം അതിവേഗത്തിൽ താഴേക്ക് പതിക്കും. ആ വേഗത നിയന്ത്രിക്കാതെ വിട്ടാൽ പൈപ്പുകൾക്കുള്ളിൽ അതിശക്തമായ മർദ്ദം രൂപപ്പെടും. ശബ്ദവും കുലുക്കവും വർദ്ധിക്കും. ചില സാഹചര്യങ്ങളിൽ ദുർഗന്ധം പോലും മുകളിലെ നിലകളിലേക്ക് തിരികെയെത്താം. ഇത് ഒഴിവാക്കാൻ എഞ്ചിനീയർമാർ ഒരു വ്യത്യസ്ത സമീപനം സ്വീകരിച്ചു. താഴേക്ക് പോകുന്തോറും പ്രധാന പൈപ്പുകളുടെ വലിപ്പം കൂട്ടി. അതിലൂടെ വെള്ളത്തിനും വായുവിനും ഒരുമിച്ച് സഞ്ചരിക്കാൻ കൂടുതൽ ഇടം ലഭിച്ചു. അത് പ്രവാഹത്തെ കൂടുതൽ സ്ഥിരതയുള്ളതാക്കി. ഇതിനൊപ്പം മുഴുവൻ മലിനജലവും ഒരൊറ്റ യാത്രയിൽ താഴേക്ക് വിടുന്നില്ല. കെട്ടിടത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേക ശേഖരണ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നു. ഓരോ ഘട്ടത്തിലും ഒഴുക്ക് നിയന്ത്രിക്കപ്പെടുന്നു. അങ്ങനെ താഴത്തെ നിലകളിലുണ്ടാകുന്ന അമിതമർദ്ദം ഗണ്യമായി കുറയുന്നു. പക്ഷേ മലിനജലം സുരക്ഷിതമായി താഴെയെത്തിയാൽ പോലും ജോലി അവസാനിക്കുന്നില്ല. അത് കെട്ടിടത്തിന് പുറത്തേക്ക് എങ്ങനെ മാറ്റും? ഒരു കാലത്ത് ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ലോകത്തെ അത്ഭുതപ്പെടുത്തിയത്. കാരണം ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ഈ കെട്ടിടം പോലും ആദ്യ വർഷങ്ങളിൽ നഗരത്തിന്റെ പൂർണ്ണ മലിനജല ശൃംഖലയെ ആശ്രയിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ആ പ്രശ്നം പരിഹരിക്കാൻ സ്വീകരിച്ച താൽക്കാലിക സംവിധാനം ഈ കെട്ടിടത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും കൗതുകകരമായ അധ്യായങ്ങളിലൊന്നായി മാറി. ദുബായ് അതിവേഗം വളരുകയായിരുന്നു. പുതിയ റോഡുകൾ, പുതിയ മെട്രോ പാതകൾ, പുതിയ അമ്പരചുംബികൾ. ഓരോ മാസവും നഗരത്തിന്റെ രൂപം തന്നെ മാറിക്കൊണ്ടിരുന്നു. എന്നാൽ ഈ വളർച്ചയുടെ വേഗത്തേക്കാൾ പിന്നിലായിരുന്നു ചില അടിസ്ഥാന സൗകര്യങ്ങൾ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മലിനജല ശൃംഖല. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കെട്ടിടം തയ്യാറായിരുന്നു. പക്ഷേ അതിനാവശ്യമായ മുഴുവൻ അടിസ്ഥാന സൗകര്യങ്ങളും അന്നും പൂർണ്ണമായിരുന്നില്ല. അതിനാൽ ഒരു താൽക്കാലിക പരിഹാരം സ്വീകരിക്കേണ്ടി വന്നു. കെട്ടിടത്തിൽ നിന്ന് ശേഖരിക്കുന്ന മലിനജലം പ്രത്യേക സംവിധാനങ്ങളിലൂടെ താഴെയെത്തിക്കും. അവിടെ നിന്ന് വലിയ സംഭരണ സംവിധാനങ്ങളിലേക്ക് മാറ്റും. ശേഷം പ്രത്യേക ടാങ്കർ വാഹനങ്ങളെത്തി അതെല്ലാം നഗരത്തിലെ ശുദ്ധീകരണ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോകും. ഇന്ന് കേൾക്കുമ്പോൾ അതിശയോക്തിയായി തോന്നാം.
പക്ഷേ ആ സമയത്ത് ഇത്ര വലിയ ഒരു പദ്ധതിയെ പ്രവർത്തനക്ഷമമായി നിലനിർത്താൻ അതായിരുന്നു ഏറ്റവും പ്രായോഗിക മാർഗം. പിന്നീട് നഗരത്തിന്റെ പുതിയ ഭൂഗർഭശൃംഖല പൂർത്തിയായതോടെ ഈ മുഴുവൻ സംവിധാനം സ്ഥിരമായ നെറ്റ്വർക്കിലേക്ക് മാറ്റി. പക്ഷേ ഈ സംഭവം ഒരു വലിയ സത്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഒരു അമ്പരചുംബി കെട്ടിടം നിർമ്മിക്കുന്നത് കോൺക്രീറ്റും സ്റ്റീലും മാത്രം കൊണ്ടല്ല. അതിനു പിന്നിൽ നഗരത്തിന്റെ മുഴുവൻ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുമിച്ചു വളരേണ്ടതുണ്ട്. വെള്ളം, വൈദ്യുതി, മലിനജല സംവിധാനം, ഗതാഗതം, അഗ്നിരക്ഷാ സംവിധാനങ്ങൾ ഇവയൊന്നുമില്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കെട്ടിടം പോലും ഒരു മനോഹരമായ ശില്പം മാത്രമായി മാറും. പക്ഷേ ഇതെല്ലാം മറികടന്നിട്ടും ബുർജ് ഖലീഫയ്ക്ക് മുന്നിൽ മറ്റൊരു ശത്രു കാത്തുനിൽക്കുകയായിരുന്നു. അത് ദുബായിലെ കൊടും ചൂട്. ദുബായിലെ വേനൽക്കാലം ഒരു സാധാരണ ചൂടല്ല. ഒരു കെട്ടിടത്തിന്റെ രൂപകൽപ്പനയെപ്പോലും വെല്ലുവിളിക്കുന്ന ശക്തിയാണത്. പകൽ സമയത്ത് പുറത്തെ താപനില 50 ഡിഗ്രി സെൽഷ്യസിനടുത്തെത്തും. അത്തരം സാഹചര്യത്തിൽ ആയിരക്കണക്കിന് ഗ്ലാസ് പാനലുകൾ കൊണ്ട് മൂടിയ ഒരു ഭീമൻ കെട്ടിടത്തിന്റെ ഉള്ളിൽ ജീവിക്കുക എളുപ്പമല്ല. സൂര്യപ്രകാശം നേരിട്ട് ഗ്ലാസിൽ പതിക്കും. ആ ചൂട് മുഴുവൻ കെട്ടിടത്തിനുള്ളിലേക്ക് കടന്നാൽ ഓരോ മുറിയും ഒരു ഹരിതഗൃഹം പോലെ ചൂടാകാൻ തുടങ്ങും. അതുകൊണ്ടാണ് ബുർജ് ഖലീഫയുടെ പുറം ഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഗ്ലാസ് സാധാരണ ഗ്ലാസ് അല്ല. സൂര്യപ്രകാശത്തിലെ വലിയൊരു ഭാഗം തിരിച്ചുവിടാൻ കഴിയുന്ന പ്രത്യേക കോട്ടിങ്ങുകളാണ് അതിലുള്ളത്. അതിലൂടെ ചൂടിന്റെ വലിയൊരു ഭാഗം കെട്ടിടത്തിനുള്ളിലേക്ക് കടക്കുന്നതിനു മുൻപ് തന്നെ തടയപ്പെടുന്നു. പക്ഷേ അത് മാത്രം മതിയാകില്ല. കാരണം ആയിരക്കണക്കിന് ആളുകൾ ഒരേ സമയം താമസിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്ന ഒരു ലംബ നഗരത്തെ തണുപ്പിക്കാൻ സാധാരണ എയർ കണ്ടീഷനിംഗ് സംവിധാനം മാത്രം പോരാ. അതിനാൽ എഞ്ചിനീയർമാർ മറ്റൊരു വ്യത്യസ്ത ആശയം ഉപയോഗിച്ചു. രാത്രിയായാൽ നഗരത്തിലെ വൈദ്യുതി ഉപയോഗം കുറയും. ആ സമയത്താണ് കെട്ടിടത്തിന്റെ ശീതീകരണ സംവിധാനം ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത്. വലിയ അളവിൽ തണുത്ത വെള്ളം തയ്യാറാക്കുകയും അതിന്റെ താപശക്തി അടുത്ത ദിവസത്തേക്കായി സംഭരിക്കുകയും ചെയ്യും. പകൽ സമയത്ത് സൂര്യന്റെ ചൂട് ഏറ്റവും ശക്തമാകുമ്പോൾ ഈ തണുത്ത ജലശൃംഖലയാണ് കെട്ടിടത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ച് അകത്തെ താപനില നിയന്ത്രിക്കുന്നത്. അതിനാൽ ശീതീകരണത്തിനായി ആവശ്യമായ മുഴുവൻ ഊർജവും ഒരേ സമയത്ത് ഉപയോഗിക്കേണ്ട സാഹചര്യം ഒഴിവാക്കാൻ സാധിക്കുന്നു. ഇത് ഊർജ ഉപയോഗം കുറയ്ക്കുക മാത്രമല്ല, മുഴുവൻ സംവിധാനത്തെയും കൂടുതൽ സ്ഥിരതയുള്ളതാക്കുകയും ചെയ്യുന്നു. പക്ഷേ വെള്ളം, മലിനജലം, ചൂട് എന്നിവയെല്ലാം നിയന്ത്രിച്ചിട്ടും ഇനിയും ഒരു വലിയ വെല്ലുവിളി ബാക്കിയുണ്ടായിരുന്നു. ഒരു ലംബ നഗരത്തിലെ ഏറ്റവും വിലപ്പെട്ട വിഭവം വൈദ്യുതിയോ വെള്ളമോ അല്ല, സമയമാണ്. പ്രതിദിനം ആയിരക്കണക്കിന് ആളുകളെ നൂറുകണക്കിന് മീറ്റർ ഉയരത്തിലേക്ക് മിനിറ്റുകൾക്കുള്ളിൽ എത്തിക്കണം. അവിടെയാണ് ബുർജ് ഖലീഫയുടെ എലിവേറ്റർ സംവിധാനം എഞ്ചിനീയറിംഗിന്റെ മറ്റൊരു അത്ഭുതമായി മാറുന്നത്. ഇത്രയും വലിയ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചിട്ടും ബുർജ് ഖലീഫയുടെ എഞ്ചിനീയർമാർക്ക് മുന്നിൽ ഇപ്പോഴും ഒരു നിർണായക വെല്ലുവിളി ബാക്കിയുണ്ടായിരുന്നു. അത് മനുഷ്യരാണ്. ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകൾ ഐക്യകെട്ടിടത്തിലേക്ക് വരുന്നു. ചിലർ ഓഫീസുകളിലേക്ക്, ചിലർ സ്വന്തം വീടുകളിലേക്ക്, മറ്റു ചിലർ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള നിരീക്ഷണ ഡെക്കിൽ നിന്ന് ദുബായെ കാണാൻ. പക്ഷേ ഒരു സാധാരണ എലിവേറ്റർ സംവിധാനം ഇവിടെ ഉപയോഗിച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഓരോ എലിവേറ്ററും എല്ലാ നിലകളിലും നിർത്തേണ്ടിവരും. താഴത്തെ നിലകളിൽ തന്നെ അവൻ ഇറഞ്ഞുപോകും. മുകളിലുള്ള നിലകളിലേക്ക് പോകുന്നവർക്ക് കാത്തിരിപ്പ് സമയം അസഹനീയമായി മാറും. അതിനാൽ എഞ്ചിനീയർമാർ ഒരു നഗരത്തിലെ ഹൈവേ സംവിധാനത്തിൽ നിന്നാണ് പ്രചോദനം കണ്ടെത്തിയത്. നിങ്ങളൊരു നഗരത്തിന്റെ ഒരു അറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് പോകുമ്പോൾ എല്ലാ ചെറിയ റോഡുകളിലൂടെയും യാത്ര ചെയ്യില്ല. ആദ്യം ഹൈവേയിലൂടെ വേഗത്തിൽ സഞ്ചരിക്കും. ശേഷം ലക്ഷ്യസ്ഥാനത്തിന് സമീപമെത്തിയാൽ ചെറിയ റോഡിലേക്ക് മാറും. ബുർജ് ഖലീഫയിലെ എലിവേറ്റർ സംവിധാനവും ഇതേ തത്വത്തിലാണ് പ്രവർത്തിക്കുന്നത്. ആദ്യം അതിവേഗ എക്സ്പ്രസ് എലിവേറ്ററുകൾ യാത്രക്കാരെ പ്രത്യേക സ്കൈലോബികളിലേക്കെത്തിക്കും. അവിടെ നിന്ന് ഓരോ മേഖലയ്ക്കും പ്രത്യേകം പ്രവർത്തിക്കുന്ന ലോക്കൽ എലിവേറ്ററുകൾ ആളുകളെ അവരുടെ അന്തിമ നിലകളിലേക്ക് കൊണ്ടുപോകും. ഈ സംവിധാനം യാത്രാസമയം ഗണ്യമായി കുറയ്ക്കുന്നു. അതോടൊപ്പം എലിവേറ്ററുകളിലെ തിരക്കും നിയന്ത്രിക്കുന്നു. പക്ഷേ ഇത്രയും ഉയരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു എലിവേറ്റർ നിർമ്മിക്കുന്ന തന്നെ ഒരു എഞ്ചിനീയറിംഗ് വെല്ലുവിളിയായിരുന്നു. വേഗം കൂടുന്നതിനനുസരിച്ച് വായുവിന്റെ മർദ്ദവും മാറുന്നു, കമ്പനവും കൂടും. യാത്രക്കാരുടെ ചെവിയിൽ അസ്വസ്ഥത അനുഭവപ്പെടാനും സാധ്യതയുണ്ട്.
അതുകൊണ്ട് ഓരോ എലിവേറ്ററും അത്യാധുനിക നിയന്ത്രണ സംവിധാനങ്ങളോടെയാണ് രൂപകൽപ്പന ചെയ്തത്. വേഗം മാത്രമല്ല, സുരക്ഷയും യാത്രാ സൗകര്യവും ഒരുപോലെ ഉറപ്പാക്കുന്ന രീതിയിൽ. ഇങ്ങനെയാണ് ബുർജ് ഖലീഫ് ഒരു സാധാരണ കെട്ടിടമല്ലാതെ സ്വന്തം ഗതാഗത സംവിധാനമുള്ള ഒരു ലംബനഗരമായി മാറിയത്. പക്ഷേ ഈ മുഴുവൻ സംവിധാനവും പ്രവർത്തിക്കാൻ മുമ്പ് ഒരു ചോദ്യം എഞ്ചിനീയർമാർക്ക് ആദ്യം പരിഹരിക്കേണ്ടി വന്നു. ഇത്രയും ഉയരത്തിൽ കോൺക്രീറ്റ് സുരക്ഷിതമായി എത്തിക്കുന്നത് എങ്ങനെ? ബുർജ് ഖലീഫയുടെ നിർമ്മാണത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്ന് ഉയരം മാത്രമായിരുന്നില്ല. ആ ഉയരത്തിലെത്താൻ ആവശ്യമായ കോൺക്രീറ്റ് സുരക്ഷിതമായി എത്തിക്കുകയായിരുന്നു യഥാർത്ഥ പരീക്ഷണം. നിലത്തുനിന്ന് നൂറുകണക്കിന് മീറ്റർ ഉയരത്തിലേക്ക് നനഞ്ഞ കോൺക്രീറ്റ് പമ്പ് ചെയ്യുക എന്നത് സാധാരണ നിർമ്മാണ ജോലിയല്ല. ഉയരം കൂടുന്തോറും പൈപ്പുകളിലെ മർദ്ദം വർദ്ധിക്കും. അതോടൊപ്പം ദുബായിലെ അതിശക്തമായ ചൂട് കോൺക്രീറ്റ് പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ കട്ടിയാകാനിടയാക്കും. അത് പൈപ്പിനുള്ളിൽ തന്നെ കട്ടപിടിച്ചാൽ മുഴുവൻ പ്രവൃത്തിയും നിലയ്ക്കും. ഈ പ്രശ്നം മറികടക്കാൻ എഞ്ചിനീയർമാർ പ്രത്യേക കോൺക്രീറ്റ് മിശ്രിതം വികസിപ്പിച്ചു. ഉയർന്ന ശക്തിയുള്ള സിമന്റിനൊപ്പം ചൂടിനെ പ്രതിരോധിക്കുന്ന പ്രത്യേക ഘടകങ്ങളും ചേർത്തു. അതുമാത്രമല്ല, മിശ്രിതത്തിന്റെ താപനില കുറയ്ക്കാൻ ഐസും തണുത്ത വെള്ളവും ഉപയോഗിച്ചു. കോൺക്രീറ്റ് പൈപ്പിലൂടെ മുകളിലേക്ക് യാത്ര ചെയ്യുന്നതിന് മുഴുവൻ സമയവും അതിന്റെ ഗുണനിലവാരം നിലനിർത്തുക എന്നതായിരുന്നു ലക്ഷ്യം. പക്ഷേ അതിനുമൊരുതിയുണ്ടിനും ഒരു പരിധിയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പ്രധാന കോൺക്രീറ്റ് ഒഴിക്കൽ ജോലികൾ കൂടുതലായും രാത്രി സമയത്ത് നടത്തിയത്. സൂര്യൻ അസ്തമിച്ചതിന് ശേഷം മരുഭൂമിയിലെ താപനില കുറയുമ്പോൾ കോൺക്രീറ്റ് കൂടുതൽ സുരക്ഷിതമായി പമ്പ് ചെയ്യാൻ സാധിച്ചു. ഓരോ ഒഴിക്കലും കൃത്യമായി നിരീക്ഷിച്ചു. ഓരോ ഘട്ടവും കണക്കുകൂട്ടലുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു. ഈ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെയാണ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കെട്ടിടത്തിന്റെ ഭീമൻ കോൺക്രീറ്റ് കോർ രൂപം കൊണ്ടത്. ഒരു ചെറിയ പിഴവ് പോലും മാസങ്ങളോളം നീളുന്ന താമസത്തിന് കാരണമാകുമായിരുന്നു. അതുകൊണ്ട് ഓരോ രാത്രിയും നടന്നത് വെറും നിർമ്മാണമല്ലായിരുന്നു, ഭൗതികശാസ്ത്രത്തോടുള്ള ഒരു പോരാട്ടമായിരുന്നു. ഇത്രയും വലിയ വെല്ലുവിളികൾ മറികടന്ന് ബുർജ് ഖലീഫ പൂർത്തിയായപ്പോൾ ലോകം അതിനെ ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതമായി കണ്ടു. പക്ഷേ അതോടൊപ്പം മറ്റൊരു മത്സരം കൂടി ആരംഭിച്ചു. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കെട്ടിടമെന്ന പദവി എത്ര കാലം നിലനിൽക്കുമെന്ന മത്സരം. ഇതിനകം തന്നെ അതിനെ മറികടക്കാൻ ലക്ഷ്യമിട്ട് പുതിയ പദ്ധതികൾ ഉയർന്നുവരുന്നു. ഓരോ പുതിയ ടവറും കൂടുതൽ ഉയരം വാഗ്ദാനം ചെയ്യുന്നു. എന്നാൽ ഉയരം കൂടുന്തോറും വെല്ലുവിളികളും അതേ വേഗത്തിൽ വർദ്ധിക്കുന്നു. ഒടുവിൽ ബുർജ് ഖലീഫ നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം ഒന്നു മാത്രമാണ്. ആകാശത്തെ സ്പർശിക്കുന്നത് കോൺക്രീറ്റും സ്റ്റീലും കൊണ്ടല്ല. അസാധ്യമെന്ന് തോന്നുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള മനുഷ്യന്റെ കഴിവുകൊണ്ടാണ്. അതുകൊണ്ടുതന്നെ ഈ കെട്ടിടം ഒരു ലോക റെക്കോർഡ് മാത്രമല്ല, മനുഷ്യന്റെ സൃഷ്ടിപരമായ ചിന്തയുടെ ജീവനുള്ള പ്രതീകവുമാണ്. ഇനി ചോദ്യമിതാണ്, മനുഷ്യൻ എത്ര ഉയരത്തിലെത്തും എന്നതല്ല, ആ ഉയരത്തിൽ സുരക്ഷിതമായി ജീവിക്കാനും ജോലി ചെയ്യാനും കഴിയുന്ന ഒരു ലോകം എങ്ങനെ സൃഷ്ടിക്കും എന്നതാണ് യഥാർത്ഥ വെല്ലുവിളി. ഒരുപക്ഷേ വരാനിരിക്കുന്ന വർഷങ്ങളിൽ ഇന്ന് അസാധ്യമെന്ന് തോന്നുന്ന ഉയരങ്ങളും യാഥാർത്ഥ്യമാകും. പക്ഷേ ആ യാത്രയിൽ ബുർജ് ഖലീഫയുടെ പേര് എന്നും ആദ്യ അധ്യായങ്ങളിൽ ഒന്നായി തുടരും. കാരണം ആകാശത്തെ നോക്കി സ്വപ്നം കണ്ട മനുഷ്യൻ ആ സ്വപ്നത്തെ കോൺക്രീറ്റിലും സ്റ്റീലിലും യാഥാർത്ഥ്യമാക്കിയ നിമിഷത്തിന്റെ പ്രതീകമാണ് ഈ കെട്ടിടം. ഒരു കാലത്ത് മനുഷ്യൻ 100 നിലകളുള്ള ഒരു കെട്ടിടം പോലും അസാധ്യമാണെന്ന് വിശ്വസിച്ചിരുന്നു. പിന്നീട് ആ പരിധി തകർന്നു. തുടർന്ന് 1000 അടി, പിന്നീട് 2000 അടി. ഓരോ തലമുറയും മുൻ തലമുറയുടെ അസാധ്യങ്ങളെ സാധ്യമാക്കി മുന്നോട്ട് നീങ്ങി. ബുർജ് ഖലീഫ ആ യാത്രയിലെ ഏറ്റവും വലിയ നാഴികക്കല്ലുകളിൽ ഒന്നാണ്. ഇവിടെ ഉപയോഗിച്ച ഓരോ സാങ്കേതിക വിദ്യയും, ഓരോ എഞ്ചിനീയറിംഗ് പരിഹാരവും, ഓരോ കണക്കുകൂട്ടലും ഭാവിയിലെ അമ്പരചുംബികളുടെ അടിത്തറയായി മാറിക്കഴിഞ്ഞു. പക്ഷേ ഒരു ചോദ്യം ഇന്നും ബാക്കിയുണ്ട്. നമ്മൾ എന്തിനാണ് ഇനിയും ഉയരത്തിലേക്ക് പോകാൻ ശ്രമിക്കുന്നത്? കൂടുതൽ ആളുകളെ താമസിപ്പിക്കാനോ, കൂടുതൽ ഓഫീസ് സ്ഥലം സൃഷ്ടിക്കാനോ, അതോ മനുഷ്യന് എത്ര ദൂരം എത്താൻ കഴിയുമെന്ന് ലോകത്തോട് തെളിയിക്കാനോ? ഈ ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഓരോ പുതിയ കെട്ടിടവും കോൺക്രീറ്റിന്റെയും സ്റ്റീലിന്റെയും കഥ മാത്രമല്ല പറയുന്നത്, മനുഷ്യന്റെ സ്വപ്നങ്ങളുടെ കഥയാണ് പറയുന്നത്. പ്രശ്നങ്ങൾ എത്ര വലുതായാലും അതിന് പരിഹാരം കണ്ടെത്താനുള്ള കഴിവിന്റെ കഥയാണ് പറയുന്നത്. അസാധ്യമെന്ന് തോന്നിയ ഒരു ആശയം
യാഥാർത്ഥ്യമാകുന്ന നിമിഷത്തിന്റെ കഥയാണ് പറയുന്നത്. അതുകൊണ്ടാണ് ബുർജ് ഖലീഫ ഒരു കെട്ടിടം മാത്രമല്ല, ഭൂമിയിൽ നിന്ന് ആകാശത്തിലേക്കുള്ള മനുഷ്യന്റെ യാത്രയുടെ പ്രതീകമാണ്. നാളെ ഇതിലും ഉയരമുള്ള ടവറുകൾ ഉയർന്നേക്കാം, പുതിയ റെക്കോർഡുകൾ സൃഷ്ടിക്കപ്പെട്ടേക്കാം. പക്ഷേ ചരിത്രം ഒരിക്കലും മറക്കാത്ത ഒരു സത്യമുണ്ട്. ആകാശത്തെ കീഴടക്കാനുള്ള ആധുനിക മത്സരത്തിന് ലോകത്തിന്റെ ശ്രദ്ധ തിരിച്ചുകൊണ്ടുവന്ന പേര് ബുർജ് ഖലീഫ്. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ പങ്കുവയ്ക്കൂ. ഇത്തരത്തിലുള്ള ആഴത്തിലുള്ള മലയാളം ഡോക്യുമെന്ററികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.